ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഓംലേറ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അല്ലേ, പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പെട്ടെന്നൊരു 1 പാൻ എഗ് ടോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടി ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഓരോ സ്ലൈസും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അത് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 സ്ലൈസ് ചെഡാർ ചീസാണ്. അതും ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബട്ടർ എടുക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഗീയോ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നതിന് നല്ലത് ബട്ടർ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് 2 കഷ്ണം ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ മുട്ട അധികം മൊരിഞ്ഞു പോകരുത്. കാരണം ഇത് ഹാർഡായി പോയാൽ നമുക്കിതുപോലെ മടക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് 2 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ജാം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം കേട്ടോ, ജാം ഏത് വേണമെങ്കിലും. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഈ ജാമിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം കേട്ടോ, അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 1 പാൻ എഗ് ടോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.